അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി അമ്മാ ബഅദ്. നജസ് മൂന്ന് വിധമാണ്: മുഗല്ലദ്, മുഖഫഫ്, ഔസത്ത്. കഠിനമായ നജസ് അതാകുന്നു നായയോ പന്നിയോ അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായതോ ഏത് വസ്തുക്കളുണ്ടോ അവയെല്ലാം നജസാണ്. മുഗല്ലദായ നജസ്, കഠിനമായ നജസ്. വല്ലാതെ ദീർഘിപ്പിക്കാതെ പറയാം. നായ കൊണ്ടോ പന്നി കൊണ്ടോ നജസായാൽ 7 പ്രാവശ്യം കഴുകണം. 7 പ്രാവശ്യം ശുദ്ധമായ വെള്ളം അങ്ങനെ തന്നെ കഴുകണം. അതിൽ ഒരു പ്രാവശ്യം ആ വെള്ളത്തിൽ ഒരൽപ്പം നിറം വ്യക്തമാകും വിധം മണ്ണു കലക്കിയ വെള്ളം കൊണ്ടുമാകണം. ഏത് തരം മണ്ണുമാകാം, ചുവന്ന മണ്ണോ നമ്മുടെ നാട്ടിലുള്ള ഏത് മണ്ണുകളുമാകണം. മണ്ണില്ലാത്ത വെറും മണല് പോരാ. ഗൾഫ് നാടുകളിലൊക്കെ അവിടെ കിട്ടുന്ന ഒരു വെള്ള കളറിലുള്ള മണ്ണുണ്ട്, ആ മണ്ണ് മതി. പക്ഷേ ഒരിക്കലും വെറും മണല് പോരാ, മണ്ണാവണം. ഏതായാലും ഇങ്ങനെ കഴുകൽ നിർബന്ധമാണ്. ഇത് നജസായാലാണ് കഴുകേണ്ടത്. എങ്ങനെയാണ് നായ കൊണ്ട് നജസാവുക? ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നനയാത്ത കാലുകൊണ്ട് ഒരു നായ നേരെ അങ്ങ് കയറി സിറ്റ് ഔട്ടിലൂടെയൊക്കെ അങ്ങ് നടന്നു പോയി, അത് നജസല്ല. നനവില്ലാത്ത നായയുടെ ശരീരം എവിടെ തട്ടിയാലും നജസാകുന്നതല്ല. ഉണങ്ങാൻ വേണ്ടി വസ്ത്രം അയലിൽ ഇട്ടിരിക്കുന്നു. വസ്ത്രം ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു നായ വാല് നിവർത്തിപ്പിടിച്ചങ്ങ് നടന്നുപോയി. ആ വാല് വസ്ത്രത്തിൽ തട്ടിയിട്ടുണ്ട്. പക്ഷെ ആ വാലിൽ നനവില്ല, ഉണങ്ങിയ വസ്ത്രമാണ്. ആ വസ്ത്രം രണ്ടാമത് കഴുകേണ്ടതില്ല. ഒന്നുകൂടെ പറയുന്നു, അരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാം ചിക്കിയിട്ടുണ്ട്, തീരെ നനവില്ലാത്ത വിധം ഉണങ്ങിയിട്ടുണ്ടത്. അതിലൂടെ നനവില്ലാത്ത കാലുമായി ഒരു നായ പോയാൽ അത് നജസാകുന്നതല്ല. നനവുണ്ടെങ്കിൽ മാത്രമേ നജസാകൂ. നാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നായ വാലുകൊണ്ടോ ശരീരഭാഗം കൊണ്ടോ നമ്മെ വസ്ത്രത്തിൽ ഉരസിയങ്ങ് പോയി, എന്നാലും അതുകൊണ്ട് നജസായിട്ടില്ല. കാരണം തൻ്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ നായയുടെ ശരീരത്തിലോ നനവില്ല. നനവുണ്ടെങ്കിൽ മാത്രമേ നജസാകൂ. പക്ഷെ നായയുടെ മൂക്ക് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും, നായയുടെ നാക്ക് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും. ഈ മൂക്കോ നാക്കോ ഒരു പാത്രത്തിൽ ഇട്ടാൽ സ്വാഭാവികമായിട്ടും അവിടെ നനവെത്തും. അതുകൊണ്ടായിരിക്കണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിഷേകമായി പറഞ്ഞപ്പോൾ, ഇദാ വലഗൽ കൽബു ഫി ഇനായി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം, അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് എന്ന് പറയാൻ കാരണം. അല്ലെങ്കിലും ഹദീസ്, ആയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിയമങ്ങളെ വിശദീകരിക്കാനുള്ളതല്ല, അതിൻ്റെ പ്രമാണങ്ങളാണ്. പിന്നെ ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ ആ പ്രമാണങ്ങളിൽ നിന്ന് വിശദമായി നിയമങ്ങളെ കണ്ടെത്തുകയും അവർ അതിൽ നിന്ന് പിടിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, അതിൻ്റെ എല്ലാ വിശദ നിയമങ്ങളും വിശുദ്ധമായ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. എത്രയാണ് നിസ്കാരത്തിൻ്റെ റുക്നുകൾ, ഏതൊക്കെയാണ് നിസ്കാരത്തെ ബാത്തുലാക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഖുർആനിൽ എല്ലാം കൂടി വിശദമായി എണ്ണി പറഞ്ഞിട്ടില്ല. നജസ് ശുദ്ധിയാക്കുന്ന വിഷയം വരെ ഖുർആനിൽ നമുക്ക് പരിഭാഷ വായിച്ചാൽ കാണാൻ കഴിയില്ല. അപ്പം അത് പ്രമാണമാണ്. അതിൽ നിന്ന് അന്തർധാനം ചെയ്തുകൊണ്ട് മഹത്തുക്കളാകുന്ന ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ പിന്നെ വിഷയങ്ങളെ, നിയമങ്ങളെ അതിൽ നിന്ന് എടുക്കുന്നു. ഇത് നാം ഓരോരുത്തരും പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം ഈ ഹദീസിന്റെ പരിഭാഷ വായിച്ച് ചില സഹോദരങ്ങളെങ്കിലും പാപങ്ങൾ പാത്രത്തിൽ തലയിട്ടാൽ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അല്ലാത്തതൊന്നും കഴുകേണ്ടതില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് വിവരമില്ലായ്മ എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായാലും നായ കൊണ്ട് നജസായാൽ, അത് നായൻ്റെ മൂത്രമാവട്ടെ, കാഷ്ടമാവട്ടെ, നായയുടെ നനവോടുകൂടെയുള്ള ഏത് ശരീരം കൊണ്ടാവട്ടെ, എങ്ങനെ നജസായാലും 7 പ്രാവശ്യം കഴുകണം. അതിൽ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമാവണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു നായ കയറി സിറ്റ് ഔട്ടിൽ കടന്നിട്ടുണ്ട്, ആ നായ അങ്ങ് എണീറ്റ് പോയി, നനവില്ലാതെയാണ് നായ വന്നതും കടന്നതുമൊക്കെ, എങ്കിൽ അവിടെ കഴുകേണ്ടതില്ല. രോമങ്ങളുണ്ടെങ്കിൽ നായ രോമം നജസാണ്.
നനയാത്ത രോമമാണെങ്കിൽ ആ രോമം അങ്ങ് അടിച്ചു തൂത്തി വാരിയിട്ടാൽ അത് കഴിഞ്ഞു. നനവോടുകൂടെയാണെങ്കിൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. നായനെ വളർത്തുന്ന ആളുകളുണ്ട്. നായയെ വളർത്തൽ അനുവദനീയമായവരൊക്കെ ഉണ്ട്. വളർത്തൽ അനുവദനീയമാവട്ടെ അനുവദനീയമാവാതിരിക്കട്ടെ, ഏത് നായയും നനവോടെ എവിടെ തൊട്ടാലും കഴുകൽ ശുദ്ധിയാകണമെങ്കിൽ 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമാകണം. ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് അത് 1ാമത്തേത് തന്നെ ആവണമെന്നില്ല, 7ാമത്തേതായാലും ശരി. അപ്പൊ ശുദ്ധമായ വെള്ളം കൊണ്ട് 6 പ്രാവശ്യം ഒഴിച്ചു, 7ാമത്തെ പ്രാവശ്യമാണ് ഒരൽപ്പം മണ്ണ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചത്, അത് മതി. അത് 1ാമത്തേതോ 2ാമത്തേതോ 3ാമത്തേതോ 4ാമത്തേതോ 5ാമത്തേതോ 6ാമത്തേതോ 7ാമത്തേതോ ആവാം. ഷൂവോ ചെരിപ്പോ നായ കടിച്ചു, ഉറപ്പാണല്ലോ നജസായിട്ടുണ്ട്, നനവെട്ടിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അത് കഴുകിയേ പറ്റൂ. പടച്ചോനെ, അതെങ്ങാനും നനഞ്ഞാൽ കേടുവരുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഫലമില്ല. നജസിനത്തോട് ശുദ്ധിയാകണമെങ്കിൽ ഈ പറഞ്ഞ 7 പ്രാവശ്യം അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകൽ നിർബന്ധമാകുന്നു. അപ്പൊ നായയുടെ രോമമാണെങ്കിലും ഏതാണെങ്കിലും നനവുണ്ടെങ്കിൽ മാത്രമേ നജസാകൂ, അല്ലെങ്കിൽ നജസാകൂല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെയാണ് പന്നിയുടെ വിധികളും.